ഫൈനലിലേക്കുള്ള കൗണ്ടർ 4 ടീമുകൾക്കും തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഒരു സൂപ്പർ ടീം, ഒരു പിടി സൂപ്പർ താരങ്ങൾ ലോകകപ്പിൽ നിന്ന് പുറത്താകുമെന്ന് ഉറപ്പാണ്. കിലിയൻ എംബപ്പയുടെ ഫ്രാൻസ് ആണോ, ലെമിൻ യമാലിന്റെ സ്പെയിൻ ആണോ കലാശ പോരാട്ടത്തിന് യോഗ്യത ഉറപ്പിക്കുന്നത് എന്നറിയാൻ കാത്തിരിക്കുന്നു ഫുട്ബോൾ പ്രേമികൾ. രാത്രി 12:00 സൂപ്പർ പോരാട്ടം. ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തുമുള്ള 2 ടീമുകളാണ് നേർക്കുനേർ വരുന്നത് എന്നതാണ് ഇന്നത്തെ മത്സരത്തിന്റെ പ്രത്യേകത. ലോകകപ്പിന് മുൻപ് ഫിഫ റാങ്കിങ്ങിലെ 1-ാം സ്ഥാനം നഷ്ടമായ ഫ്രാൻസ് ലോകകപ്പിലെ മിന്നും പ്രകടനത്തോടെയാണ് 1-ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയത്. ഒരു സ്ഥാനം നഷ്ടപ്പെട്ട് 3-ാം സ്ഥാനത്താണ് നിലവിൽ സ്പെയിനെങ്കിലും ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഒഴികെ നടത്തിയത് മികച്ച പ്രകടനമാണ്. നമുക്ക് ചില കണക്കുകളിലേക്ക് കൂടി പോയാൽ ലോകകപ്പിൽ ടീമുകളുടെ പ്രകടനം അതിവേഗം ഒന്ന് പരിശോധിക്കാം. ആദ്യം ഫ്രാൻസിലേക്ക് വന്നാൽ ഫ്രഞ്ച് പടയുടെ ജൈത്രയാത്രയാണ് നമ്മൾ ഈ ലോകകപ്പിൽ കണ്ടത്. ഗ്രൂപ്പിൽ 3 മത്സരവും ജയിച്ച് നോക്കൌട്ടിൽ എത്തി. ആദ്യ മത്സരത്തിൽ സെനഗലിനെ 1-നെതിരെ 3 ഗോളിനും ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളിനും നോർവേയെ 1-നെതിരെ 4 ഗോളിനും ഫ്രാൻസ് തകർത്തു. റൗണ്ട് ഓഫ് 32-ൽ സ്വീഡനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 3 ഗോളിനാണ്. പ്രീ ക്വാർട്ടറിൽ പരാഗ്വയ് പരുക്കൻ കളികളുമായി അല്പം പിടിച്ചുനിന്നെങ്കിലും എതിരില്ലാത്ത 1 ഗോളിന് അവിടെയും ജയം. ഒടുവിൽ സൂപ്പർ താരങ്ങൾ ഏറ്റുമുട്ടിയ ക്വാർട്ടറിൽ മൊറോക്കോയുടെ അപരാജിത കുതിപ്പിനും അവസാനം കുറിച്ച് ഫ്രാൻസ് സെമിയിലെത്തി. എതിരില്ലാത്ത 2 ഗോളിനായിരുന്നു ക്വാർട്ടറിലെ ജയം. ഇനി സ്പെയിനിലേക്ക് വന്നാൽ സ്പെയിൻ ആദ്യം സമനിലയോടെയാണ് തുടങ്ങിയത്. കേപ്പ് വെർദെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. പിന്നീട് തുടർ ജയങ്ങൾ. സൗദിയെ എതിരില്ലാത്ത 4 ഗോളിനും യുറുഗ്വായെ 1 ഗോളിനും തോൽപ്പിച്ച് നോക്കൌട്ടിലേക്ക്. റൗണ്ട് ഓഫ് 32-ൽ ഓസ്ട്രിയയും പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലും ക്വാർട്ടറിൽ ബെൽജിയവും വന്നെങ്കിലും സ്പെയിൻ ജയിച്ചു കയറി. അപരാജിതരായ 2 സംഘമാണ് നേർക്കുനേർ പോരിന് ഇറങ്ങുന്നത് എന്നതാണ് പ്രത്യേകത. നമുക്ക് അതിലേറെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1-ഉം 3-ഉം റാങ്കിൽ ഉള്ള 2 ടീമുകൾ മുൻ ചാമ്പ്യന്മാർ നേർക്കുനേർ വരുന്നു എന്നതും പ്രത്യേകതയാണ്. നേർക്കുനേർ പോരാട്ടത്തിന്റെ കണക്കിലേക്ക് കൂടി വന്നാൽ സ്പെയിനും ഫ്രാൻസും എന്നും ചിരവൈരികളാണ്. പക്ഷേ സ്പെയിനിന് മുൻതൂക്കമുണ്ട് കളത്തിൽ. നമുക്ക് ചില കണക്കുകൾ കാണാം. 38 മത്സരങ്ങളിലാണ് ഇതുവരെ ഫ്രാൻസും സ്പെയിനും പരസ്പരം ഏറ്റുമുട്ടിയത്. 18 മത്സരങ്ങളിൽ സ്പെയിനും 13 മത്സരങ്ങളിൽ ഫ്രാൻസും ജയിച്ചു. 7 മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചു. സമീപകാലത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇരു ടീമും നടന്നിട്ടുള്ളത്. അവസാന 10 മത്സരങ്ങളുടെ കണക്കെടുത്താൽ 10-ൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആ കണക്കുകൾ നമുക്ക് കാണാം. 4 മത്സരങ്ങളിൽ സ്പെയിനും 4 മത്സരങ്ങളിൽ ഫ്രാൻസും ജയിച്ചു. 2 മത്സരങ്ങൾ സമനിലയായി. 96 വർഷത്തെ ലോകകപ്പ് ചരിത്രത്തിൽ ഒരേ ഒരു തവണ മാത്രമാണ് ഫ്രാൻസും സ്പെയിനും ലോകകപ്പിൽ നേർക്കുനേർ വന്നത്. അത് 2006 ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലായിരുന്നു. അന്ന് 1-നെതിരെ 3 ഗോളിന് സ്പെയിനെ തോൽപ്പിച്ച് ഫ്രാൻസ് ക്വാർട്ടറിൽ കടന്നു. ഒടുവിൽ ഫൈനലിൽ ഇറ്റലിയോടെയാണ് സിദാന്റെ ഫ്രഞ്ച് പട അന്ന് തോറ്റത്. ഇനി നമ്മൾ ഫോർമേഷനിലേക്ക് പോവുകയാണ്. 2 ടീമിനും ശക്തരായ നിര തന്നെയാണ് ഉള്ളത്. ആദ്യം ഫ്രാൻസിലേക്ക് പോയാൽ ഫ്രാൻസ് ആയാലും സ്പെയിൻ ആയാലും ഓരോ പൊസിഷനിലും ലോകോത്തര താരങ്ങളുള്ള സംഘമാണ്. പകരക്കാരിലും സൂപ്പർ താരങ്ങളുള്ള സംഘമാണ്. സെമി ഫൈനലിലേക്ക് എത്തുമ്പോൾ ആദ്യ 11-നെ കുറിച്ച് യാതൊരു ആശങ്കയുമില്ലാതെയാണ് ടീമുകൾ തയ്യാറെടുക്കുന്നത്. ഫ്രാൻസിന്റെ നിരയെ നമ്മൾക്ക് കാണാം. എംബപ്പയുടെ നേതൃത്വത്തിലുള്ള മുന്നേറ്റ നിര തന്നെയാണ് ഫ്രാൻസിന്റെ കരുത്ത് എന്ന് നമുക്ക് എടുത്തു പറയാം. ഫ്രാൻസ് ടീമിനെ കാണാം. 4-2-3-1 എന്ന ശൈലിയാണ് സമീപകാലത്തെല്ലാം തന്നെ കോച്ച് ദിദിയർ ദെഷാം ടീമിനെ ഇറക്കിയത്. അതേ ശൈലിയിൽ തന്നെ തുടരും. ഏതെങ്കിലും ഒരു ടീമിനെ നോക്കി ഈ ശൈലി മാറ്റുന്ന രീതി അത് ഫ്രാൻസിനില്ല. ഫ്രാൻസിന് അത്രമാത്രം ശക്തമായ നിര അവരുടെ പോക്കറ്റിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും പതിവ് പോലെയുള്ള അതേ താരങ്ങളെ തന്നെയാണ് ഫ്രാൻസ് ഇറക്കുന്നത്. മുന്നേറ്റത്തിൽ ഗോൾ അടിച്ചു കൂട്ടുന്ന ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ ഇപ്പോൾ മുന്നിലുള്ള കിലിയൻ എംബപ്പെ 8 ഗോളുകളും അതോടൊപ്പം 3 അസിസ്റ്റുമായി കിലിയൻ എംബപ്പെ മുന്നിലുണ്ട്. എംബപ്പെ തന്നെയാണ് സെൻട്രൽ സ്ട്രൈക്കർ സ്ഥാനത്ത് ഉണ്ടാവുക. ചെറിയ പരിക്ക് കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായെങ്കിലും അത് ഗുരുതരമല്ല എന്ന് തന്നെയാണ് ടീം വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് എംബപ്പെ ആദ്യ 11-ൽ തന്നെ ഇറങ്ങുകയും ചെയ്യും. എംബപ്പയ്ക്ക് തൊട്ടു പിന്നിൽ 3 പേർ കൂടി അറ്റാക്കിങ്ങിലുണ്ട്. ഉസ്മാൻ ഡെമ്പലെ, അതോടൊപ്പം മൈക്കൽ ഒലീസെ, ഡിസയർ ദുബെ. ഈ ആക്രമണ നിര തന്നെയാണ് ഫ്രാൻസിന്റെ കരുത്ത്. ദുബൈക്ക് പകരം ബ്രാക്കോള ഫ്രാൻസിനായി ഇറങ്ങി മികച്ച പ്രകടനം നടത്തിയതും ടീമിന് പ്രതീക്ഷയാണ്. 2 പേരും മാറി മാറി ഈ 11-ൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മധ്യനിരയിൽ അഡ്രിയാൻ റാബിയോയ്ക്കൊപ്പം ഒറേലിയൻ ചുവാമെനി ഇത്തവണയും കളിക്കും. മാനുക്കോനയ്ക്ക് പരിക്കേറ്റെങ്കിലും അതൊന്നും ഫ്രാൻസിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും എന്ന് കരുതുന്നില്ല. കാരണം ഈ നിര അത് ആരൊക്കെ മാറിയാലും അവിടെ ഒരു കൃത്യമായി തന്നെ പകരക്കാരെ ഇറക്കാൻ ശേഷിയുള്ള ഒരു ബെഞ്ച് സ്ട്രെങ്ത് ഫ്രാൻസിനുണ്ട്. പ്രതിരോധത്തിൽ പതിവ് സംഘം യൂൾസ് കുണ്ടേ, ഡായോട്ട് ഉപമെക്കാനോ, അതോടൊപ്പം വില്യം സാലിബ, ലൂക്കാസ് ഡിഗ്നെ എന്നിവർ തന്നെ ഇറങ്ങും. കഴിഞ്ഞ മത്സരത്തിലും സമാനമായ ഒരു പ്രതിരോധ നിര തന്നെയാണ് ഇറങ്ങിയത്. ഇത്രയും ശക്തരായ നിര തന്നെയാണ് ഉള്ളത് എന്ന് മാത്രമല്ല ഈ പകരക്കാരിൽ കൂടി മികച്ച താരങ്ങളുള്ള നിരയാണ് ഫ്രാൻസിനുള്ളത്. ഗോൾ വലകാക്കാൻ പതിവ് പോലെ തന്നെ മൈക്ക് മെയ്നാനും കളത്തിൽ ഇറങ്ങും. ഈ കരുത്തർക്ക് പുറമെയുള്ള ഈ ഏത് പൊസിഷനിലും പകരക്കാർ ഇറങ്ങുന്ന ആ ശക്തി തന്നെയാണ് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തരായി ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും ശക്തരായ ടീമാക്കി ഫ്രാൻസിനെ മാറ്റുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചു കൂട്ടിയ ടീമാണ് ഫ്രാൻസ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മുന്നേറ്റ നിരയെ പിടിച്ചു കെട്ടുക എന്ന് തന്നെയാകും
സ്പെയിനിന് മുന്നിലുള്ള വെല്ലുവിളി. ഇനി നമുക്ക് സ്പെയിൻ നിരയിലേക്ക് വന്നാൽ അവിടെയും സമാനമാണ് അവസ്ഥ. മികച്ച താരങ്ങളുള്ള ഒരു നിര തന്നെയാണ് സ്പെയിനുമുള്ളത്. നമുക്ക് കാണാം ഈ സെമിയിൽ എത്തിയ സംഘങ്ങളിൽ ഏറ്റവും ചെറുപ്പമുള്ള സംഘം അത് സ്പെയിനാണ് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ 4 ടീമുകളിൽ ഏറ്റവും പ്രായം കുറവുള്ള ആ ടീമിന്റെ ആകെ പ്രായം കണക്ക് കൂട്ടുമ്പോൾ പ്രായക്കുറവുള്ള ചുറുചുറുക്കുള്ള സംഘമാണ് സ്പെയിൻ. ആ ചെറുപ്പത്തിന്റെ ചുറുചുറുക്കിനെ തന്നെയാണ് കോച്ച് ലൂയിസ് ഡി ലാ ഫ്യുവന്റെയുടെ ആ പ്രതീക്ഷ ഉള്ളത്. പ്രതിരോധത്തിനും ആക്രമണത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന മധ്യനിരയുടെ ഇടപെടലിൽ കൂടുതൽ നിയന്ത്രണമുള്ള 4-1-2-3 എന്ന ശൈലിയാണ് സ്പെയിൻ സ്വീകരിക്കുന്നത്. നമ്മൾ 4-3-3 എന്ന ശൈലിയോട് അടുപ്പിച്ച് നിൽക്കുന്ന തരത്തിലുള്ള ആ ഒരു ശൈലിയിൽ തന്നെയാണ് ഈ ലോകകപ്പിൽ പല മത്സരങ്ങളിലും സ്പെയിൻ കളിച്ചത്. അതേ ശൈലി തന്നെ ഇവിടെയും തുടരും. ഈ ലോകകപ്പിന്റെ താരമായി മാറുന്ന ലെമിൻ യമാൽ, മൈക്കൽ ഒയർസബാൽ എന്നിവർക്കൊപ്പം നിക്കോ വില്യംസ് കൂടി ഇത്തവണ ആദ്യ ലെവലിൽ തിരിച്ചെത്തുന്നതോടെ സ്പെയിനിന്റെ ആക്രമണ നിര അത് ശക്തമാകും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതിൽ തന്നെയാണ് ആ പ്രതീക്ഷയും. ഒരുപക്ഷെ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിക്കോ വില്യംസിനും അതോടൊപ്പം യമാലിനും ഈ ലോകകപ്പിന് തൊട്ടു മുൻപ് പരിക്കേറ്റതാണ് ഒരുപക്ഷെ വലിയ ആശങ്കയായി ഉണ്ടായിരുന്നത്. യമാൽ അതിവേഗം തന്നെ പരിക്കിൽ നിന്ന് മുക്തനായി ടീമിന്റെ ഒപ്പം എത്തി. ഇപ്പോൾ നിക്കോ വില്യംസ് കൂടി ടീമിന് കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങുകയും ചെയ്തു. പക്ഷേ അത് ആദ്യ ലെവലിലായിരുന്നില്ല. ഇത്തവണ ആദ്യ ലെവലിൽ തന്നെ നിക്കോ വില്യംസിന്റെ ഒരു സാന്നിധ്യം ടീമിന് കരുത്താവുകയും ചെയ്യും. എന്തായാലും നിക്കോ വില്യംസ് വന്നാൽ ബയാന ആദ്യ ലെവലിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെയും നമ്മൾ നേരത്തെ ഫ്രാൻസിനോട് പറഞ്ഞതുപോലെ തന്നെ മികച്ച താരങ്ങൾ ബയാന പോകുമ്പോൾ നമുക്കറിയാം മികച്ച പ്രകടനം നടത്തിയ ഒരു താരം തന്നെയാണ് ബയാന ഉള്ളത്. അതുകൊണ്ട് പകരക്കാരിലേക്ക് എത്തുമ്പോഴും സ്പെയിനെ സംബന്ധിച്ചും ആശങ്ക ഏതുമില്ല. മധ്യനിരയിൽ ക്യാപ്റ്റൻ റോഡ്രിക്കും പെഡ്രി, ഫാബിയാൻ റൂയിസ് സഖ്യത്തിനാകും ഈ കളി മെനയേണ്ട ചുമതല ഉണ്ടാകുക. റോഡ്രി ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ ഒരു ചുമതലയായിരിക്കും ഈ മത്സരത്തിൽ വഹിക്കുക. അതോടൊപ്പം പ്രതിരോധത്തിലേക്ക് എത്തിയാൽ അത് പതിവ് സംഘമാണ്. പെഡ്രോ പോറോ, ഐമെറിക് ലപ്പോർട്ട്, അതോടൊപ്പം പാവോ കുബാർസി, മാ കുക്കുറേയ എന്നിവർ അണിനിരക്കും. പരിചയസമ്പന്നരും യുവനിരയും ഒരുപോലെ ഇഴുകിച്ചേർന്ന് ശക്തമാണ് സ്പെയിൻ നിരയും. പകരക്കാരിൽ ഗോളടിച്ച് ടീമിന് മുതൽക്കൂട്ടായ മൈക്കൽ മെറീനോ ഉൾപ്പെടെയുള്ള ഒരുപിടി താരങ്ങൾ ബെഞ്ചിലുമുണ്ട് എന്നത് ശക്തമാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലോകകപ്പിലെ തന്നെ സൂപ്പർ സബ്ബുമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ നമ്മൾ പേരെടുത്ത് പറയുന്ന താരമാണ് മെറീനോ അടക്കമുള്ള താരങ്ങൾ. അവരടക്കം ഒന്നാം ടീമിൽ തന്നെ ഒന്നാം നിരയിൽ തന്നെ എത്താനുള്ള ഒരു ശ്രമം പലപ്പോഴും പരിശീലകർ അടക്കം പറയും. അത് അത്രമാത്രം മികച്ച താരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും മികച്ച താരങ്ങളെ പലപ്പോഴും ബെഞ്ചിൽ ഇരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും ഈ ടീമുകൾക്കുള്ളത്. 2 ടീമും ശക്തരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇന്നത്തെ മത്സരത്തിൽ ലോകമെങ്ങുമുള്ള കായിക പ്രേമികൾ ഉറ്റുനോക്കുന്നത് കിലിയൻ എംബപ്പെ വേഴ്സസ് ലെമിൻ യമാൽ പോരാട്ടത്തിനായാണ്. വളരെ കൗതുകകരമായ ഒരു കണക്ക് ഇരുവർക്കും പറയാനുണ്ട്. ഇന്നലെ 19ാം പിറന്നാൾ ആഘോഷിച്ച ലെമിൻ യമാൽ മത്സരത്തിന് മുൻപ് ഫ്രാൻസിനെ ഭയമില്ലാതെ നേരിടാൻ പറ്റുന്ന സംഘം അത് സ്പെയിനാണ് എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞിട്ടുണ്ട്. ജയമാകും പിറന്നാൾ സമ്മാനമെന്നാണ് യമാലിന്റെ പ്രതീക്ഷ. അതിനൊരു കാരണവുമുണ്ട്. ഇതുവരെ കിലിയൻ എംബപ്പയുടെ ടീമിനെതിരെ ഇറങ്ങിയ നോക്കൌട്ട് മത്സരങ്ങളിൽ എല്ലാം യമാലിന് ജയിക്കാനായിട്ടുണ്ട് എന്നതാണ് ചരിത്രം. നമുക്ക് ചില കണക്കുകൾ ഓരോ മത്സരത്തിന്റെ കണക്കുകൾ പറഞ്ഞു പോകാം എന്ന് കരുതുകയാണ്. കിലിയൻ എംബപ്പയും ലെമിൻ യമാലും ക്ലബിനും രാജ്യത്തിനുമായി 5 തവണയാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. 2024 യൂറോ കപ്പ് സെമി ഫൈനലിലാണ് ഇരുവരും ആദ്യമായി ഒരു നോക്കൌട്ട് മത്സരത്തിൽ നേർക്കുനേർ വന്നത്. യമാൽ ഗോൾ നേടിയ മത്സരത്തിൽ 1-2 ഗോളിനായിരുന്നു ഫ്രാൻസിനെതിരെ സ്പെയിനിന്റെ ജയം ഉണ്ടായത്. എന്തായാലും ആദ്യ മത്സരത്തിൽ തന്നെ അങ്ങനെ ജയം കുറിക്കാൻ കിലിയൻ എംബപ്പയ്ക്ക് മുകളിൽ ജയം കുറിക്കാൻ ലെമിൻ യമാലിന് സാധിച്ചു. പിന്നീട് രണ്ടാമത്തെ മത്സരം വന്നത് അത് ക്ലബ് തലത്തിലാണ്. കഴിഞ്ഞ വർഷം സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിലെ ബാഴ്സലോണ റയൽ മാഡ്രിഡ് പോരാട്ടത്തിലാണ് ഇരുവരും പിന്നീട് നേർക്കുനേർ വന്നത്. അന്ന് എംബപ്പെ ആദ്യ ഗോൾ നേടി റയലിനെ മുന്നിലെത്തിച്ചെങ്കിലും 2 ഗോൾ അടിച്ച യമാലിന്റെ കരുത്തിൽ ബാഴ്സലോണ ജയിച്ചു. 2-5 ഗോളിന്റെ ഉജ്ജ്വല ജയമാണ് ബാഴ്സ കുറിച്ചത്. കിരീടം നേടുകയും ചെയ്തു. മൂന്നാമത്തെ മത്സരം വന്നതും ഈ ക്ലബ് തലത്തിൽ തന്നെയാണ്. കോപ്പ ഡെൽ റേ ഫൈനലിലായിരുന്നു ആ പോരാട്ടം ഉണ്ടായത്. കോപ്പ ഡെൽ റേ 2025 കോപ്പ ഡെൽ റേ പോരാട്ടത്തിൽ റയലും ബാഴ്സലോണയും ഏറ്റുമുട്ടി. എംബപ്പയും യമാലും ഏറ്റുമുട്ടി. ഇത്തവണയും ജയം യമാലിനൊപ്പം. യമാൽ ഗോൾ നേടിയില്ലെങ്കിലും 2-3 ഗോളിന് ബാഴ്സലോണ അന്ന് ജയിക്കുകയും ചെയ്തു. പിന്നീടുള്ള 4ാമത്തെ പോരാട്ടം വന്നത് അതേ വർഷം നാഷൻസ് ലീഗ് സെമി ഫൈനലിലാണ്. ഇരു താരങ്ങളും പിന്നീട് നേർക്കണ്ട മറ്റൊരു സൂപ്പർ പോരാട്ടം. അന്ന് ഇരു രാജ്യങ്ങൾക്ക് വേണ്ടി സ്പെയിനും ഫ്രാൻസിനുമായി ഈ താരങ്ങൾ ഇറങ്ങി. ഗോൾ മഴ പെയ്ത ഒരു മത്സരമാണ് ഉണ്ടായത്. 9 ഗോളുകൾ പിറന്ന മത്സരത്തിൽ 4-5 ഗോളിന് സ്പെയിൻ ഫ്രാൻസിനെ തോൽപ്പിച്ചു. യമാൽ 2ഉം എംബപ്പെ 1 ഗോളും നേടുകയും ചെയ്തു. പക്ഷേ സന്തോഷച്ചിരിയും ആഘോഷവും ഇത്തവണയും യമാലിനൊപ്പം നിന്നു. 5ാമത്തെ മത്സരം ഏറ്റവും ഒടുവിൽ നടന്നത് ഈ വർഷം ജനുവരിയിൽ നടന്ന മത്സരമാണ്. ഈ വർഷം ആദ്യം വീണ്ടും സ്പാനിഷ് സൂപ്പർ കപ്പിലാണ് ബാഴ്സലോണയും റയൽ മാഡ്രിഡും നേർക്കുനേർ വന്നപ്പോൾ
ഇരു താരങ്ങളും ഒന്നിച്ചു കണ്ടു. വീണ്ടും ഒരു നോക്കൌട്ട് മത്സരത്തിൽ ഇരു താരങ്ങളും നേർക്കുനേർ വന്നു. അവിടെയും ജയം യമാലിന്റെ ടീമായ ബാഴ്സലോണയ്ക്ക് ആയിരുന്നു. 2-നെതിരെ 3 ഗോളിനാണ് അവിടെ യമാൽ ജയിച്ചത്. ഇത്തവണയും യമാലിന്റെ സംഘം കിലിയൻ എംബപ്പയ്ക്ക് വിലങ്ങ് തടിയാകുമോ എന്നത് ഒരു ചോദ്യമാണ്. പക്ഷേ എംബപ്പയെയും ഫ്രാൻസിനെയും സംബന്ധിച്ച് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കണക്ക് കൂടിയുണ്ട്. ലോകകപ്പ് നോക്കൌട്ടിൽ 2022 ഫൈനലിൽ അർജന്റീനയോട് തോറ്റതൊഴികെ ഒരിക്കൽ പോലും എംബപ്പെ ആദ്യ 11-ൽ ഇറങ്ങിയ മത്സരത്തിൽ ഫ്രാൻസ് പരാജയം അറിഞ്ഞിട്ടില്ല എന്നൊരു കണക്ക് കൂടി ഫ്രാൻസിനെ സംബന്ധിച്ചും ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു കണക്കാണ്. അതിലേറെ ഈ ലോകകപ്പിലേക്ക് വന്നാൽ നമുക്കറിയാം ലെമിൻ യമാൽ വെറും 1 ഗോൾ മാത്രമാണ് നേടിയത്. കിലിയൻ എംബപ്പെ ആകട്ടെ 8 ഗോൾ നേടി നിൽക്കുകയാണ്. അത്രമാത്രം മികച്ച ഫോമിലാണ്. ഇരുവരും തമ്മിലുള്ള പോരാട്ടം ആ രീതിയിൽ കൂടി നമ്മൾ കണക്ക് കൂട്ടേണ്ടതുണ്ട്.